ഒരു കേഡർ പാർട്ടി അല്ലെങ്കിലും അതിൻ്റെ അച്ചടക്കവും ചിട്ടയും മുസ്ലിം ലീഗിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ അതിന് എതിര് അഭിപ്രായം ഉണ്ടാകാറില്ല. അതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. ചിലപ്പോഴൊക്കെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുമെങ്കിലും അതൊക്കെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. അതിനു മുകളിൽ പാണക്കാട് തങ്ങൾ ഒരഭിപ്രായം വീണ്ടും പറഞ്ഞാൽ അതിനെതിരെ ആരും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യവും. മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിൽ ഒന്നും നടക്കാറില്ല. കുഞ്ഞാലിക്കുട്ടി പറയുന്നതേ പാണക്കാട് തങ്ങളും ചെയ്യാറുള്ളൂ. പക്ഷേ തീരുമാനങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടേത് ആണെങ്കിലും പുറത്തു വരുന്നത് പാണക്കാട് തങ്ങളിലൂടെയായിരിക്കും. അത്രമാത്രം സ്വാധീനമുണ്ട് പാണക്കാട് കുടുംബത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനമാണ് മുസ്ലിം ലീഗിൽ നടപ്പാകുന്നത്. അതാണ് ചരിത്രം. അത് ഇപ്പോഴും തുടരുന്നു. ഇടക്ക് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്ന ഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെയുള്ള നീക്കം ശക്തിപ്പെട്ടത്. ഹൈദരലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കാറില്ല. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് സ്വന്തം തീരുമാനമെടുത്ത് പോകാറുണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ. എന്നാൽ സാദിഖ് അലി തങ്ങൾ വന്നതോടുകൂടി പൂർണ്ണമായും മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങി. അതിൻ്റെ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും, മുസ്ലിം ലീഗിലെ പ്രവർത്തകരും നേതാക്കളും അടക്കം എല്ലാവരും പ്രതീക്ഷിച്ചത് അബ്ദുറഹ്മാൻ രണ്ടത്താണി ആകും എന്നാണ്, സ്ഥാനാർത്ഥിയായി വരും എന്നാണ്. എന്നാൽ ഇതാ അവസാന നിമിഷം അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പേര് വെട്ടി പകരം കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ മുസ്ലിം ലീഗിൽ അത്രമാത്രം പരിചിതമല്ലാത്ത ഒരു പേര് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാമിയാണ് ഇദ്ദേഹം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി PMA സമീർ, അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി പരസ്യമായി തന്നെ തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ തങ്ങളെ വിമർശിച്ചുകൊണ്ട്, പാണക്കാട് തങ്ങളെ വിമർശിച്ചുകൊണ്ട് രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഹക്കാൻ പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ് അംഗീകാരം കൊടുത്ത മഹാൻ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നില്ല സാദിഖ് തങ്ങൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സാദിഖ് തങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതിനുശേഷം ഇതാ മറ്റൊരു പോസ്റ്റ് കൂടി വന്നിരിക്കുന്നു. 6 മണിക്കൂർ മുമ്പ്, എന്ന് വെച്ചാൽ ഇന്ന് 2026 മാർച്ച് 18 ബുധനാഴ്ച രാവിലെ വന്ന പോസ്റ്റാണ്. അതിങ്ങനെയാണ്: ഞാൻ വിമർശിക്കപ്പെടേണ്ടവനല്ല എന്ന് ആരും ധരിക്കരുത്. മിമ്പറിൽ നിന്ന ഖലീഫയോട് പോലും ചോദ്യമുന്നയിച്ച ചരിത്രമുണ്ട്. യൂത്ത് ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് PK ഫിറോസ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, TP അഷ്റഫ് അലി, PK തവാസ് തുടങ്ങിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള യുവ നേതാക്കൾ സ്ഥാനാർത്ഥികളായത് അഭിമാനകരം തന്നെ. ഇടതുപക്ഷത്തോട് പോരടിച്ച് 2 തവണ MLA ആവുകയും 2 തവണ തോൽക്കുകയും ചെയ്ത KM ഷാജിക്ക് വേങ്ങരയിൽ അവസരം നൽകുകയും ചെയ്ത തീരുമാനവും ഉചിതം. പക്ഷേ AK ആന്റണിയും ഔഖാദർ കൂട്ടിനക സാഹിബും UA ബീരാൻ സാഹിബും പ്രതിനിധീകരിച്ച തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയോ മുനിസിപ്പൽ കമ്മിറ്റിയോ പാർട്ടി പ്രവർത്തകരോ ആവശ്യപ്പെടാതെ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ട, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം, പ്രത്യക്ഷപ്പെട്ട PMA സമീർ എന്നൊരാളെ അർഹതപ്പെട്ടവരുണ്ടായിട്ടും അവരെ അവഗണിച്ച് നിഷ്കളങ്കരായ തങ്ങന്മാരെ കരുവാക്കി ചിലരുടെ താല്പര്യത്തിനായി സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ മാനദണ്ഡം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്താൽ അത് അച്ചടക്ക ലംഘനമായി കാണരുത്. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുമുന്നണിയും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. CPIM-ലെ മുതിർന്ന നേതാക്കൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ലീഗ് വിട്ട് പുറത്തു വന്നാൽ
രണ്ടത്താനിയെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ LDF നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. തിരൂരങ്ങാടി CPIയുടെ മണ്ഡലമാണ്. CPI സ്ഥാനാർത്ഥി അജിത് കോളോടി ഇതിനകം തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. CPIയുമായി ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ CPMന് കഴിയും. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ തയ്യാറാണ് എങ്കിൽ, മുസ്ലിം ലീഗ് വിടാൻ തയ്യാറാണ് എങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് ഇതുപോലെ പ്രതിഷേധിച്ച് പുറത്തിറങ്ങി വരുന്നവരെ കൂടെ നിർത്തുകയും സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്ത അനുഭവം LDFനുണ്ട്. ഇതിനു മുമ്പ് എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ അതും തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വനിതാ ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഉടനെ തന്നെ വനിതാ ലീഗിന് പ്രാധാന്യം നൽകിയില്ല, പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂർബിന റഷീദ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. വലിയ പ്രതിഷേധമാണ് നൂർബിന റഷീദും ഉയർത്തിയിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് ഇപ്പോൾ വനിതാ ലീഗിന് പ്രതിഷേധം ഏറെയുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്ത് ഇതുവരെയില്ലാത്ത പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂർബിന റഷീദ് മാധ്യമപ്രവർത്തകരെ കണ്ടും തങ്ങളുടെ വനിതാ ലീഗിന്റെ, എന്റെയല്ല വനിതാ ലീഗിന്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി കേൾക്കാം. ഫാത്തിമ തഹ്ലിയും ജയന്തി നടരാജനും ഒന്നും വനിതാ ലീഗിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ മുഖങ്ങളല്ല എന്നാണോ? ലീഗിന്റെ മുഖമല്ല എന്ന് ഞാൻ പറയാൻ പറ്റുമോ? വനിതാ ലീഗിന്റെ മുഖമല്ല. വനിതാ ലീഗ് എന്ന പോഷക സംഘടനയെ തഴഞ്ഞു, അവരെ അവഗണിച്ചു. ആ ഒരു ഫീലിംഗ് നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് മാത്രമല്ല, വനിതാ ലീഗിലെ മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള അണികളെ വേദനിപ്പിച്ചു. 40 വർഷമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വനിതാ ലീഗ് എന്ന പോഷക സംഘടനയെ ഉണ്ടാക്കി കൊടുത്ത് ശൂന്യതയിൽ നിന്ന് വളർത്തി വലുതാക്കിയൊരു സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. എന്റെ വനിതാ ലീഗ് അണികളെ അവരുടെ വേദന പൊതുസമൂഹവുമായി പങ്കുവച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ എന്റെ വിശ്വാസപ്രകാരം എന്നെ സ്ഥാനത്തിരുത്തിയവർക്ക് അവിടെ ചെയ്യുന്ന ഒരു അനീതിയാണ്. അതുകൊണ്ട് മാത്രം സംസാരിച്ചു, അത്രയില്ല. അല്ലാണ്ട് സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ഇറക്കിയ സ്ഥാനാർത്ഥി പട്ടികയെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾക്ക് പങ്കുവെച്ചേ മതിയാവും. ഇപ്പോഴിതാ പുതിയൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. മഞ്ചേശ്വരത്ത് കണ്ണൂർ അബ്ദുള്ള വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വാർത്തയാണ് വരുന്നത്. മഞ്ചേശ്വരത്ത് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥി വരുന്നത്. മുസ്ലിം ലീഗും എന്ന് വെച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയും UDFും BJPയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. മഞ്ചേശ്വരത്ത് 3ാം സ്ഥാനത്താണ് LDF. അതുകൊണ്ട് വളരെ നിർണായകമാണ്. BJPയെ ഒരിക്കലും നിയമസഭയിൽ എത്തിക്കരുത് എന്ന ഉറച്ച നിലപാടിൽ LDFും UDFും ഒരുപോലെ പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് ഇപ്പോഴിതാ വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. കണ്ണൂർ അബ്ദുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥി. യൂത്ത് ലീഗ് മഞ്ചേശ്വരം മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയും ലീഗ് അധ്യാപക സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും സമസ്ത നേതാവുമായിരുന്ന കണ്ണൂർ അബ്ദുള്ളയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ ഇതുവരെയില്ലാത്ത ഒരു കേഡർ പാർട്ടി അല്ലെങ്കിലും ഒരു കേഡർ സ്വഭാവത്തോടു കൂടി അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൽ ഇതുവരെയില്ലാത്ത അസാധാരണമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നു. സമാനമായ രീതിയിൽ മുസ്ലിം ലീഗും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി എന്നതാണ് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച വാർത്ത.